സർ, 35-ാം വാർഷികമാണ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ആഘോഷിക്കുന്നത് എന്ന് പത്രത്തിൽ കണ്ടിരുന്നു. അപ്പോൾ താങ്കളുടെ ഈ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? 35 വർഷം കൊണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ സഹായിച്ചത് നമ്മളെ കൂടെ നിൽക്കുന്നവരാണ്. അവരുടെ ആ ഒരു നല്ല മനസ്സ്, അവരോട് ഞങ്ങൾ കാണിച്ച മറ്റൊരു നല്ല മനസ്സുമുണ്ട്. ഞങ്ങൾ അവർക്ക് ഒരു രീതിയിലും അവരെ വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശമ്പളമായിരുന്നാലും അവരെ PF ആയിരുന്നാലും ESA ആയിരുന്നാലും അവരെ ബോണസ് ആയിരുന്നാലും അവരെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൃത്യമായി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നമ്മളെ വിഷമിപ്പിക്കാതിരുന്നത്. രണ്ടാമത് പറയാനുള്ളത്, ഈ 35 വർഷം തികയ്ക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചെന്നുള്ളതാണ്. അതിൽ ഈ അടുത്ത സമയത്ത് എടുത്തു പറയാനുള്ളത്, ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിക്ക് കുറേ വീട് സർക്കാർ വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 450 സ്ക്വയർ ഫീറ്റിനകത്തുള്ള വീടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഈ 35-ാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ 10,000 രൂപയ്ക്ക് ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററികൾ, ഇതിനാവശ്യമുള്ള എല്ലാ സാധനവും കൊടുത്തെന്നുള്ളതാണ്. അത് വളരെ ആശ്വാസമായിരുന്നു, അത് കിട്ടിയവർക്കെല്ലാം. രണ്ടാമത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറയുന്നത്, 10 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാസം തോറും 1,00,000 രൂപ വെച്ചാൽ ക്യാൻസർ രോഗികൾക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിൻ്റെ കയ്യിൽ കൊടുക്കും. സൂപ്രണ്ട് നിശ്ചയിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 10 വർഷം കൊണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാമത് 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ICU യൂണിറ്റ് വന്നത്. ഇന്നാണെങ്കിൽ ഒരു കോടിക്ക് മുകളിലോട്ട് വേണം അത് ചെയ്തു കൊടുക്കാൻ, ഒരു കെട്ടിടം ചെയ്തു കൊടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ 35-ാം വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് ചെയ്യുവാൻ സാധിച്ചതാണ്. ബിസിനസ്സിന് ഉപരി ഈ 35 വർഷം എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റിൽ ഞങ്ങൾ GST ബില്ല് പരിശോധന നടത്തി. ഏകദേശം 70,000 പേരുള്ള വർഷം തോറും ഞങ്ങളിൽ നിന്ന് സാധനം വാങ്ങുന്നത്. അപ്പോൾ ഈ 70,000 കുടുംബങ്ങളാണ് ഈ സ്ഥാപനത്തിനും പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വിശ്വാസം നമ്മളിലുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.